തുടരെ ഗർഭം അലസിപ്പോകുന്നത് എന്തുമാത്രം മെന്റൽ ട്രോമ ഉണ്ടാക്കും അല്ലേ? ഇതിന് കാരണം ഉണ്ടാവുമോ? 50% കൂടുതൽ ആൾക്കാർക്കും കാരണങ്ങളുണ്ട്. തുടർച്ചയായി 2-3 പ്രഗ്നൻസി പോകുമ്പോൾ ഇതിന് RPL എന്ന് വിളിക്കാം. പ്രഗ്നൻസി ഏത് ആഴ്ചയിൽ എങ്ങനെ നഷ്ടപ്പെടുന്നു എന്നതിനനുസരിച്ച് കാരണം മാറാം. തുടക്കത്തിൽ സ്കാനിലൊക്കെ തെളിയുന്നതിന് മുമ്പേ ഉള്ള ഏർലി പ്രഗ്നൻസി ലോസസ് ഭ്രൂണം ശരിയല്ലാത്തതുകൊണ്ടാണ്. ആ പാർട്ട്നേഴ്സിന്റെ ജനറ്റിക് ഇഷ്യൂസ്, അവർ ബന്ധുക്കളാണെങ്കിൽ ഉണ്ടാവുന്ന ക്രോമസോമൽ ട്രാൻസ്ലൊക്കേഷൻ, പിന്നെ അവരുടെ ബാഡ് ലൈഫ് സ്റ്റൈൽ, ഹോർമോണൽ പ്രോബ്ലംസ് ലൈക്ക് കറക്റ്റ് ചെയ്യാത്ത തൈറോയിഡ്, ഷുഗർ ഒക്കെ എംബ്രിയോ ക്വാളിറ്റി ബാഡ് ആക്കാം. ഇത് കൺഫേം ആക്കാൻ 3 അബോർഷൻ ഒക്കെ കഴിയുമ്പോൾ അബോർട്ടായ കുഞ്ഞിനെയും വേണമെങ്കിൽ പാരന്റ്സിന്റെയും കാരിയോ ടൈപ്പിംഗ് ചെയ്ത് ജനറ്റിക് കൗൺസിലിംഗ് എടുക്കണം. ഹോർമോണൽ ഇഷ്യൂസ് ആണെങ്കിൽ അത് കറക്റ്റ് ചെയ്യുകയും വേണം. നെക്സ്റ്റ്, കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് ഒക്കെ വന്ന് സന്തോഷമായി 7th to 8th വീക്കിൽ മിസ്ഡ് അബോർഷൻ. ആ ഹാർട്ട് ബീറ്റ് പോകുന്നത് മിക്കപ്പോഴും അമ്മയുടെ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് കൊണ്ടാണ്. അമ്മയുടെ ശരീരത്തിലുള്ള ആന്റിബോഡീസ് കുഞ്ഞിലേക്കുള്ള രക്തക്കൊഴലിൽ ബ്ലോക്ക് ഉണ്ടാക്കുന്ന APLA, SLE തുടങ്ങിയ കണ്ടീഷൻസ്. ഇതിനായി ആന്റിബോഡീസ് ടെസ്റ്റ് ചെയ്യുകയും അങ്ങനെ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് പ്രഗ്നൻസിയിൽ ആസ്പിരിൻ, ഹെപ്പാരിൻ ഇഞ്ചക്ഷൻ, വേണ്ടി വന്നാൽ ഇമ്മ്യൂൺ സപ്രസൻസ് ഒക്കെ എടുക്കേണ്ടി വന്നേക്കാം. ഇനി അടുത്തത്, കുറച്ചുകൂടെ കഴിഞ്ഞ് 4-5 മാസത്തിൽ പെട്ടെന്ന് അബോർഷനായി കുഞ്ഞിനെ ജീവനോടെ പുറന്തള്ളുന്നത്. ഇത് അമ്മയുടെ ഗർഭപാത്രത്തിന്റെ ഇഷ്യൂസ് കൊണ്ടാണ്. സർവിക്സ് വീക്ക് ആയിട്ടോ നീളമില്ലാഞ്ഞിട്ടോ പ്രഗ്നൻസി ഹോൾഡ് ചെയ്യാൻ പറ്റാതിരിക്കുക, ഗർഭപാത്ര വൈകല്യങ്ങൾ, വലിയ മുഴകൾ, കുഞ്ഞിന് സ്പേസ് കൊടുക്കാതിരിക്കുകയൊക്കെ ആയിരിക്കും കാരണം. ഇവയ്ക്ക് സർജിക്കൽ കറക്ഷനോ നെക്സ്റ്റ് പ്രഗ്നൻസിയിൽ ഗർഭപാത്രത്തിന്റെ താഴെ സ്റ്റിച്ചിടേണ്ടി വരികയൊക്കെ ചെയ്തേക്കാം. ഇനിയും കണ്ടുപിടിക്കാത്ത പല റീസൺസും. എന്തായാലും 2-3 അബോർഷൻ കഴിയുമ്പോൾ ടെസ്റ്റുകളൊക്കെ ചെയ്ത് പ്രശ്നം ഉണ്ടെങ്കിൽ പ്രതിവിധിയും പ്രിവെന്റീവ് മെഷേഴ്സും എടുത്ത് അടുത്ത പ്രഗ്നൻസി സേഫ് ആക്കുക.